പ്രസാദേട്ടനെ പരിചയപ്പെടുന്നത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി സമയത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊച്ചിൻ ഗിന്നസിന്റെ ഒരു ഭാഗമാവുകയും കോമഡി എന്ന് പറയുന്നത് എനിക്ക് വഴങ്ങും എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതും പ്രസാദേട്ടന്റെ ഒരു ധൈര്യം തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും ടെസ്റ്റ് ചേച്ചിയും കൽപ്പന ചേച്ചിയൊക്കെ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് കണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ ഇവരൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു സമയത്തിന് ശേഷം നമ്മളും അതുപോലെയുള്ള വീഡിയോ കാസറ്റുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ഡ്രീം കം ട്രൂ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പ്രസാദേട്ടനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എൻ്റെ ജീവിതം ഞങ്ങൾ കൊച്ചിൻ ഗിന്നസുമായിട്ട് ഒരുപാട് വിദേശ പരിപാടികളിലൊക്കെ പോയി. അവിടെ നിന്നാണ് എൻ്റെ ഒരു ജീവിത പങ്കാളിയെയും എനിക്ക് കിട്ടിയത്. എനിക്ക് പ്രസാദേട്ടൻ്റെ ഒരു സ്ലൈഡ് കാണിച്ചു കഴിഞ്ഞപ്പോൾ വിശാരടി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് പ്രസാദേട്ടൻ്റെ 50 വർഷമാണോ നിന്റെ 35 വർഷത്തിൻ്റെയാണോ ഈ കാണിക്കുന്നത്? അപ്പൊ ഏതായാലും അതിനകത്ത് കുറച്ച് സ്ലൈഡുകളിലും എങ്കിലും ഞാൻ പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നെ ഒരു കാര്യം പ്രസാദേട്ടനെ പറ്റി പറയാനുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വയസ്സാകാൻ സമ്മതിക്കാത്ത ഒരു മനുഷ്യനാണ്. അത് നമ്മളിനി എത്ര നമ്മൾ എങ്ങനെയൊക്കെ തളർത്താൻ നോക്കിയാലും പ്രസാദേട്ടൻ അത് സമ്മതിക്കില്ല.